ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ ഓൺലൈൻ ബൈബിൾ ക്വിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 5 വരെയാണ് അതിൻ്റെ ആൻസറുകൾ അയക്കുവാനുള്ള സമയം. പലരും ആൻസറുകൾ അയച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരുടെയും ആൻസറുകൾ പരിശോധിച്ച് വരികയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ബൈബിളിലെ സ്വപ്നങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. നമുക്ക് വേണ്ടി ഈ ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ബിൻസി റീജോ. ആദ്യത്തെ ചോദ്യം, വേദപുസ്തകത്തിലെ പ്രഥമ സ്വപ്നം ആരുടേതാണ്? ഉത്തരം അബീമേലെക്കിൻ്റേത്. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം, വേദപുസ്തകത്തിലെ പ്രഥമ സ്വപ്ന വ്യാഖ്യാനി ആരാണ്? ഉത്തരം യോസഫ്. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത ചോദ്യം, ഉൽപ്പത്തിയിൽ സ്വപ്നം കണ്ട് വ്യാകുലപ്പെട്ട രാജാവ് ആരാണ്? ഉത്തരം ഫറവോൻ. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത ചോദ്യം, ശലോമോന് ദൈവം വരം കൊടുക്കാൻ വന്നത് എങ്ങനെയാണ്? ഉത്തരം സ്വപ്നത്തിൽ. 2 രാജാക്കന്മാർ 3-ാം അധ്യായം 5-ാം വാക്യം. അടുത്ത ചോദ്യം, ഒരുത്തൻ മറ്റൊരുത്തനോട് വിവരിച്ച സ്വപ്നം ഏതാണ്? ഉത്തരം ഒരു യവത്തപ്പം മിദ്യാന്യരുടെ പാളയത്തിലേക്ക് ഉരുണ്ടുവന്നു, മിദ്യാന്യരുടെ കൂടാരം വരെ എത്തി അതിനെ മറിച്ചിട്ടു. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, കാരാഗ്രഹത്തിൽ കിടന്ന് സ്വപ്നം കണ്ട 2 വ്യക്തികൾ ആരൊക്കെയാണ്? ഉത്തരം ഫറവോന്റെ അപ്പക്കാരനും പാനപാത്രവാഹകനും. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം 6-ാം വാക്യം. അടുത്ത ചോദ്യം, സ്വർഗത്തോളം എത്തുന്ന ഗോവണി സ്വപ്നം കണ്ടത് ആരാണ്? ഉത്തരം യാക്കോബ്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 12-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, സൂര്യനും ചന്ദ്രനും 12 നക്ഷത്രങ്ങളും നമസ്കരിക്കുന്ന സ്വപ്നം കണ്ടത് ആരാണ്? ഉത്തരം യോസഫ്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം, നെബൂഖദ്നേസർ കണ്ട സ്വപ്നം എന്താണ്? ഉത്തരം ആകാശത്തോളം ഉയരമുള്ളതും സർവഭൂമിയുടെ അറ്റത്തോളം കാണുന്നതുമായ വൃക്ഷം. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം 11-ാം വാക്യം. അടുത്ത ചോദ്യം, പ്രവചന പുസ്തകങ്ങളിൽ സ്വപ്നം കണ്ട് വ്യാകുലപ്പെട്ട ഒരു രാജാവിനെ കാണുന്നു. ഏതാണ് ആ രാജാവ്? ഉത്തരം നെബൂഖദ്നേസർ രാജാവ്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 11-ാം വാക്യം. അടുത്ത ചോദ്യം, സ്വപ്നത്തിൽ കഷ്ടം സഹിച്ച സ്ത്രീ ആരാണ്? ഉത്തരം പീലാത്തോസിന്റെ ഭാര്യ. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 19-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, വിദ്വാൻമാർക്ക് അരുളപ്പാടുണ്ടായത് എങ്ങനെയാണ്? ഉത്തരം സ്വപ്നത്തിൽ. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 12-ാം വാക്യം. അടുത്ത ചോദ്യം, സാറ നിമിത്തം സ്വപ്നം കണ്ട വ്യക്തി ആരാണ്? ഉത്തരം അബീമേലെക്ക്. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം, ആടുകളുടെ ഗർഭത്തെപ്പറ്റി സ്വപ്നം കണ്ടത് ആരാണ്? ഉത്തരം യാക്കോബ്. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 10-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം,
ദൈവം രാത്രി സ്വപ്നങ്ങളിൽ അരാമ്യനായ ലാബാന്റെ അടുക്കൽ വന്ന് പറഞ്ഞത് എന്താണ്? ഉത്തരം: അവനോട്, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ഉൽപ്പത്തി പുസ്തകം 31 അധ്യായം 24 വാക്യം. അടുത്ത ചോദ്യം: വയലിലെ കറ്റകളെക്കുറിച്ച് സ്വപ്നം കണ്ടത് ആരാണ്? ഉത്തരം: യോസഫ്. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 6-7 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: മുന്തിരിവള്ളിയെക്കുറിച്ച് സ്വപ്നം കണ്ടത് ആരാണ്? ഉത്തരം: പാനപാത്രവാഹകൻ. ഉൽപ്പത്തി പുസ്തകം 40 അധ്യായം 5, 9, 11 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: വെളുത്ത അപ്പമുള്ള 3 കുട്ട സ്വപ്നം കണ്ടത് ആരാണ്? ഉത്തരം: അപ്പക്കാരൻ്റെ പ്രമാണി. ഉൽപ്പത്തി പുസ്തകം 40 അധ്യായം 5, 16, 17 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: 7 പശുക്കളെ പറ്റിയും 7 കുതിരകളെ പറ്റിയും സ്വപ്നം കണ്ടത് ആരാണ്? ഉത്തരം: ഫറവോൻ. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 16 വാക്യം. അടുത്ത ചോദ്യം: ഗിദെയോനെ കുറിച്ച് സ്വപ്നം കണ്ടത് ആരാണ്? ഉത്തരം: മിദ്യാന്യ സൈന്യത്തിലെ ഒരുത്തൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 7 അധ്യായം 13 വാക്യം. അടുത്ത ചോദ്യം: ബിംബത്തിൻ്റെ സ്വപ്നം കണ്ടത് ആരാണ്? ഉത്തരം: നെബൂഖദ്നേസർ രാജാവ്. ദാനിയേൽ പ്രവചനം 2 അധ്യായം 3 വാക്യം. അടുത്ത ചോദ്യം: ഹെരോദാവിൻ്റെ മരണശേഷം യെരുശലേമിലേക്ക് പോകുവാൻ സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായത് ആർക്കാണ്? ഉത്തരം: യോസഫിന്. മത്തായിയുടെ സുവിശേഷം 2 അധ്യായം 19 വാക്യം. അടുത്ത ചോദ്യം: യേശുവിൻ്റെ ന്യായവിസ്താര സമയം സ്വപ്നം കണ്ടത് ആരാണ്? ഉത്തരം: പിലാത്തോസിൻ്റെ ഭാര്യ. മത്തായിയുടെ സുവിശേഷം 27 അധ്യായം 19 വാക്യം. അടുത്ത ചോദ്യം: ശലോമോന് സ്വപ്നത്തിൽ ദൈവം പ്രത്യക്ഷനായി എന്താണ് പറഞ്ഞത്? ഉത്തരം: നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചുകൊള്ളുക എന്ന്. 1 രാജാക്കന്മാർ 3 അധ്യായം 5 വാക്യം. അടുത്ത ചോദ്യം: വൃക്ഷത്തെക്കുറിച്ച് സ്വപ്നം കണ്ടത് ആരാണ്? ഉത്തരം: നെബൂഖദ്നേസർ രാജാവ്. ദാനിയേൽ പ്രവചനം 4 അധ്യായം 5 വാക്യം. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത്.